നമ്മുടെ മക്കള് ഇവർ പഠിച്ചു വലുതായി വലിയ ആൾക്കാരായി ഇരിക്കും. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അവർ നമ്മളോട് തിരിച്ചു ചോദിക്കും, അന്നൊക്കെ എന്താ ചെയ്യാൻ വയ്യായിരുന്നു? എന്റെ മോനെ നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഒരാളെ കല്യാണം കഴിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ ഇവിടെ ഈ വീഡിയോ വെക്കാൻ കാരണം, ഒരുപാട് പേര് ഇതുപോലെ ഡിവേഴ്സായ പെൺകുട്ടികളായാലും പെൺകുട്ടികളെല്ലാം, അതായത് ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളെല്ലാം ചുമ്മാ കുറ്റം പറയുന്ന ഒരുപാട് സ്ത്രീകളും ഒരുപാട് പുരുഷന്മാരും. കാരണം ഇപ്പോഴാണ് ഡിവേഴ്സ് കൂടുതലുള്ളത്. പെൺകുട്ടികൾ ജോലിക്ക് പോകാൻ തുടങ്ങിയ ശേഷം ഡിവേഴ്സ് കൂടുതലായിട്ട് ഇന്നത്തെ കാലത്തുള്ളത്. പണ്ടൊന്നും ഇങ്ങനെ ഇല്ല, അതുകൊണ്ട് അതാണ് പ്രശ്നമെന്ന് പറയുന്നവരോടാണ് ഈ പറയുന്നത്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡിവേഴ്സ് കൂടുതൽ എന്ന് പറയുന്നത്, ഒരിക്കലും ജോലിക്ക് പോകുന്നത് കൊണ്ടല്ല. പെൺകുട്ടികൾ ഒരിക്കലും ഒത്തുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും പണ്ടത്തെ പെൺകുട്ടികൾ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അതിൻ്റെ മെയിൻ കാരണം ഒന്നാമത്തത് സാമ്പത്തികം. അതായത് സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കൊണ്ടാണ് ഒത്തുപോകുന്നില്ല എന്ന് അറിഞ്ഞിട്ടും കംപ്ലീറ്റ് തുടർന്ന് പോകുന്നത്. മനസ്സിലായില്ലേ? രണ്ടാമത്തത്, ഇനി പോയാലും അത് കംപ്ലീറ്റ് ആ പെൺകുട്ടിയുടെ തലയിൽ മാത്രമാണ്. ഒന്നാമത്തെ സാമ്പത്തികമാണെങ്കിൽ രണ്ടാമത്തെ ആ പെൺകുട്ടിയുടെ തലയിൽ. നാട്ടുകാരും വീട്ടുകാരും പറയുന്ന അവൾക്ക് തിമിരാണ്, അവൾക്ക് അതുകൊണ്ടാണ്, അവൾക്ക് തിമിരെടുത്തിട്ട് കഴപ്പ് മൂത്തിട്ട് ഇറങ്ങി പോയതാണ് എന്ന് പച്ചയ്ക്ക് പറയും. അതേ പറയുള്ളൂ. അതിലിനി ആ പെൺകുട്ടിക്ക് വേറെ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടോ അല്ലെങ്കിൽ ഒരു 6 മാസം ആകുമ്പോഴേക്ക് വേറെ കല്യാണം കഴിക്കുകയോ ചെയ്താൽ, ഡിവേഴ്സ് ആക്കിയിട്ട് വേറെ കല്യാണം കഴിക്കുകയും ചെയ്താൽ അവളെ അങ്ങോട്ട് ഒന്നും അല്ലാതാക്കി സംസാരിക്കും. മനസ്സിലായില്ലേ? പിന്നെ അതുകൊണ്ടാണ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് തൊലഞ്ഞു പോട്ടെ വരുന്ന പെൺകുട്ടികൾ ജീവിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ പഠിച്ചിട്ടുണ്ട്, അവർക്ക് ജോലി എടുക്കാൻ പറ്റും. പണ്ടത്തെ അവർക്ക് ആ മന്ദബുദ്ധി തരത്തിനും കൊണ്ട് മിണ്ടാതെ 18 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ 20 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിച്ചു. അവർ അടിമക്കൂട്ടമായിട്ട് അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ചിന്തിച്ചു ജോലി കിട്ടിയിട്ടേ നിങ്ങൾക്ക് നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പോയി. പക്ഷെ ഇപ്പോഴത്തെ അവർ ഇപ്പോഴും ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ കാര്യം, മക്കളുടെ ഭാവി. ഞാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് ഭാഗത്തായ മക്കൾ എങ്ങനെ ജീവിക്കും? മക്കൾക്ക് ജീവിക്കാൻ പറ്റില്ല. മക്കൾ ഇഷ്ടമില്ലാതെ മക്കൾക്ക് അവസ്ഥ നോക്കിക്കേ എന്ത് ചെയ്യും, ഏത് ചെയ്യും എന്ന് ചിന്തിച്ചിട്ട് ഒരുപാട് പേര് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം സാമ്പത്തികം ഉണ്ട് കേട്ടോ. സാമ്പത്തികം ഇവർക്കൊന്നുമില്ല. അതായത് ആളുകൾ കാണുമ്പോൾ ഇവരെ എല്ലാം തികഞ്ഞ ആളുകളാണ്, പക്ഷെ മാനസിക പീഡനം ഈ പെൺകുട്ടി ഒരുപാട് ആ വീട്ടിൽ അനുഭവിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് ആർക്കും അറിയില്ല. അത് അവരുടെ അടുത്തുള്ള ബന്ധങ്ങൾക്കേ അറിയുള്ളൂ, എല്ലാവർക്കും അറിയണമെന്നില്ല. ഇനി കുടുംബക്കാരോടും പോലും പറയില്ല. പിന്നെ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്ത അമ്മമാർ ഇപ്പോഴും ഉണ്ട് ലോകത്ത്. അതായത് എനിക്കിങ്ങനെ മാനസിക പീഡനമാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ എന്ന് പറഞ്ഞാൽ, എന്താണ് എനിക്കിവിടെ ഇല്ലാത്തത്? നിനക്ക് അവൻ ചോറ് തരുന്നില്ലേ, അവൻ ബിരിയാണി വാങ്ങിച്ചു തരുന്നില്ലേ, അല്ലെങ്കിൽ അവൻ കാറില്ലേ, നിങ്ങൾക്ക് എവിടെയും പോകുന്നില്ലേ, നിങ്ങൾക്ക് സിനിമയ്ക്ക് പോകുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അമ്പലങ്ങളിലേക്ക് പോകുന്നില്ല, അങ്ങനെ പല കാര്യങ്ങളും പറയും. ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ ആ ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് മാത്രമായിരിക്കും സിനിമയ്ക്ക് പോകുക, ചിലപ്പോൾ ഈ പെണ്ണിൻ്റെ ഇഷ്ടത്തിനുള്ള സിനിമയ്ക്ക് പോകാൻ പറ്റില്ലായിരിക്കും. ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ പുറത്തു പോകുള്ളൂ. ഈ പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ട് നമുക്ക് പുറത്തു പോയി ചോദിച്ചാൽ ഇരിക്കുന്നു വയ്യ എന്ന് പറയും. അങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ടൊക്കെ അങ്ങനെയുള്ള ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. പക്ഷെ ഇതൊക്കെ എന്നും അനുഭവിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു പീഡനമാണ്. എന്നും നമ്മളിത് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ കേൾക്കുമ്പോൾ മറ്റൊരാളുടെ കാര്യം നമുക്ക് പറയുമ്പോൾ നമുക്കൊരു കഥ മാത്രമാണ്, അതൊരു കഥയാണെന്ന് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ ഇവർ ആ വീട്ടിൽ കിടന്നിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആ രീതിയിൽ ആലോചിക്കണം. ഇപ്പോൾ ഞാനൊരു പെൺകുട്ടിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ആൺകുട്ടികൾക്ക് ഇതുവരെ സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ആൺകുട്ടികൾക്ക് സംഭവിക്കുന്നുണ്ട്, പക്ഷെ കൂടുതലും പെൺകുട്ടികൾക്കാണ് സംഭവിക്കുന്നത് മാത്രം. മനസ്സിലായില്ലേ? പിന്നെ നാട്ടുകാർ പറയും, അവർ പറയും, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് ഒത്തുപോകാൻ പറ്റാത്ത നശിച്ച കുടുംബമാണ്, നശിച്ച ജീവിതമാണെന്ന് അറിഞ്ഞിട്ടും അവിടെ തുടർന്നു പോകുന്നത് ഈ 2, 3, 4 കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇനി വീട്ടിൽ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പണ്ട് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലമൊന്നുമില്ല, ഇപ്പോഴത്തെ കാലത്ത് ഉണ്ട്. അത് വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇതിനെക്കാട്ടി അനുഭവിച്ച് വന്നതാണ്ടേ, നീ എന്തിനാണ്, ഇതൊക്കെ ഒരു അനുഭവമാണോ, ഞാൻ ഇതിനെക്കാട്ടി നിന്റെ അച്ഛൻ്റെ നിന്ന് അനുഭവിച്ചിട്ട് അടി കൊണ്ടിട്ടില്ല ഞാൻ ഈ വീട്ടിൽ വളർന്ന് നിങ്ങളെയൊക്കെ വളർത്തിയത്, നിങ്ങളെയൊക്കെ ഇരുത്തിയത്, നിങ്ങളെന്താ നീയൊക്കെ ഇതൊരു അനുഭവമാണോ, നിനക്കൊക്കെ നീ എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്ന അമ്മയുണ്ട്. പെറ്റ അമ്മ, അങ്ങനത്തെ അമ്മമാരും ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് അവർ സഹിച്ച് ഇരുന്നത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെ ഇരിക്കാൻ സൗകര്യമില്ല. അങ്ങനെ ഇരിക്കേണ്ടെന്ന് തന്നെ ഞാനും പറയുള്ളൂ. എന്തിനാ അങ്ങനെ ഇരിക്കണം? അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ആവശ്യം എന്താ? കാരണം ഒരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരാൾ മാത്രം ഫുൾ അഡ്ജസ്റ്റ്മെന്റിൽ, അതായത് ഒരാൾക്ക് മാത്രം ഫുൾ അഡ്ജസ്റ്റ്മെന്റ്, ഒരാൾ മാത്രം എന്ത് ചെയ്താലും അത് തെറ്റല്ല.
കാരണം അവൻ ജോലിക്ക് പോകും, മദ്യപിച്ച് കഴിഞ്ഞാൽ അവൻ ഡെയിലി ജോലിക്ക് പോകുന്നില്ലേ, എന്നിട്ടല്ലേ മദ്യപിക്കുന്നത്, നിനക്കെന്താ? അവനൊരു സമാധാനം വേണ്ടേ, അവന് റിലാക്സ് വേണ്ടേ? ആ റിലാക്സേഷന് വേണ്ടി അവൻ ചെയ്യുന്നു. അതിനിപ്പോൾ എന്താ? നീ കുറച്ച് സമാധാനം കൊടുക്ക്. അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര്. സ്വന്തം അമ്മമാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പെൺകുട്ടികൾ തകർന്ന് തരിപ്പണമാവും. ആ തകർന്ന് തരിപ്പണമാകുമ്പോൾ വേറെ വഴിയില്ല, സാമ്പത്തിക ഭദ്രതയുമില്ല, സാമ്പത്തികമായിട്ട് ബിഗ് സീറോ ആയിരിക്കും. ഒരു പീരീഡ്സ് ആയിട്ട് ഒരു പാഡ് മേടിക്കണമെങ്കിൽ കെട്ടിയടുത്ത് കൈ നീട്ടണം, ഒരു മൊബൈൽ റീചാർജ് ചെയ്യണം കെട്ടിയടുത്ത് കൈ നീട്ടണം. അപ്പം ഞാൻ അങ്ങനെയുള്ള ആൾ ഈ കുട്ടികളെയും കൊണ്ട് എവിടെ പോകും, എന്ത് ചെയ്യും, ഞാൻ എവിടെ പോയി ജീവിക്കും എന്നുള്ള ചിന്ത വരികയാണ്. ആ ചിന്ത വരുന്ന സമയത്ത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് പണ്ടത്തെ കാലത്ത് എല്ലാം തേഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് തിമിരാണ്, അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. തിമിരും മണ്ണാങ്കട്ടിയൊന്നും അല്ല, അവർക്ക് പറയുന്നില്ല, അവർക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം അമ്മമാർക്ക് മെയിനായിട്ട് വേണം, പ്രസവിച്ച അമ്മമാർക്ക് വേണം. അത് അമ്മമാർക്ക് ഇല്ല. അതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ തോന്നുന്നത്. അത് കുറേ എണ്ണത്തിന് ഇല്ല, ഇപ്പോഴും ബോധമില്ല. മക്കളുടെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, ഒരു ജീവിതമല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന അമ്മമാർ ചുരുക്കമേ ഉള്ളൂ, ചുരുക്കം. ഇത് ഒരാളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, വീണ്ടും ഞാൻ പറയുന്നു, ആണുങ്ങൾക്കും ഇത് ബാധകമാണ്, ആണുങ്ങൾക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും സ്ത്രീകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെയില്ല. അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഭർത്താവിൻ്റെ കാര്യം നോക്കി, മക്കളുടെ കാര്യം നോക്കി, അതാണ് ജീവിതം. രാവിലെ ഫുഡുണ്ടാക്കി മക്കളിനെ സ്കൂളിലേക്ക് അയച്ച്, ഭർത്താവിന് ജോലിക്ക് അയച്ച്, പിന്നെ വീട്ടിലിരുന്ന്, അത് കഴിഞ്ഞ് വൈകുന്നേരം ഉച്ചയ്ക്ക് വരുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവരെ നോക്കി, ഭർത്താവ് വരുമ്പോൾ ഭർത്താവിന് കാത്തിരുന്ന്, പൂമുഖവാതിൽക്കൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇന്നത്തെ കാലത്തും ഉണ്ട്. ആ ഇന്നത്തെ കാലത്ത് ഉള്ളത് അത് അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല. അതാണ് ഇഷ്ടം, അതാണ് സൗകര്യം. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. അത് അവർ ഓക്കെ, ഫൈൻ, സന്തോഷം, അവർക്ക് അങ്ങനെ ജീവിക്കുന്ന ഇഷ്ടം എന്ന് പറയും. പക്ഷേ അല്ലാത്ത പെൺകുട്ടികളും ഉണ്ട്, സ്വന്തമായിട്ട് ഇഷ്ടമുണ്ട്, ആ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, എപ്പോഴും മാനസിക പീഡനമല്ല ഈ വീട്ടിൽ ഭഗവാനെ എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ട്. പിന്നെ ഈ മക്കള് എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ അത് കേട്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ബാക്കി സംസാരിക്കാം. നമ്മുടെ മക്കൾ പഠിച്ചു വലുതായി വലിയ ആൾക്കാരായിരിക്കും. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അവർ നമ്മളോട് തിരിച്ചു പോയിക്കും. അതൊക്കെ എന്താ ചെയ്യാൻ വയ്യായിരുന്നു? നമ്മളോട് ആര് പറഞ്ഞു? അത് അവരുടെയും കുറ്റമല്ല, നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് അവർ അംഗീകരിക്കുന്നത്. നമുക്ക് തിരക്കുണ്ടെങ്കിൽ അവരും നമ്മളെ സഹായിക്കും. നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് അവരത് യൂസ്ഡ് ആണ്, അവരതിൽ ശീലിച്ചു പോയതുകൊണ്ട്, അവരുടെ കുറ്റമൊന്നുമല്ല. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം എന്റെ മുണ്ടെടുത്ത് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് വയ്യ, നീ ഇത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യില്ലേ? എല്ലാവരും മക്കൾ ചെയ്യും. പക്ഷെ കൊച്ചിലെ തൊട്ട് മക്കളെ കൊണ്ടൊന്നും ചെയ്യിക്കാതെ മക്കളിരിക്കുന്നിടത്ത് ഭക്ഷണവും കൊടുത്ത് നമ്മൾ ഓവറായിട്ട് നമ്മളങ്ങനെ പാമ്പർ ചെയ്ത് നമ്മൾ തന്നെയാണ് അത് അങ്ങനെ വഷളാക്കി അവർ ഇരിക്കുന്നിടത്ത് എഴുന്നേക്കാത്ത ലെവലിലേക്ക് കുട്ടികളെ കൊണ്ട് എത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ചെറുതിലെ മുതൽ അവരെ ആ രീതിയിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങനെ വലിയ വ്യത്യാസമില്ലാതെ ട്രെയിൻ ചെയ്യിച്ചാൽ ഉറപ്പായിട്ടും നമ്മളെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എന്തായി പറയുന്നത്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മളെ മനസ്സിലാവും, നമ്മുടെ സുഹൃത്തുക്കളെ നമ്മളെ മനസ്സിലാവും, നമ്മുടെ മക്കൾക്കും. നവ്യ പറയുന്നതിൽ ഒരു തെറ്റുമില്ല, മനസ്സിലാവും. അത് മനസ്സിലാകില്ല എന്ന് നമുക്ക് തോന്നുകയാണ്, നമ്മളെ സ്വന്തം ഈ പെൺകുട്ടികൾക്ക് തോന്നുകയാണ് അവർക്ക് മനസ്സിലാകില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ മാനസികമായിട്ട് പീഡനം അനുഭവിക്കുന്ന ആൺകുട്ടികളുണ്ട്, അവർക്കും തോന്നുകയാണ് നമ്മളില്ലെങ്കിൽ അവരിങ്ങനെ ജീവിക്കുമ്പോൾ, നമ്മളില്ലെങ്കിൽ അങ്ങനെ നമ്മളെവിടെയെങ്കിലും പോയി എന്ത് ചെയ്യുന്നൊക്കെ നമുക്ക് തോന്നുകയാണ്. ഇവർക്ക് കുറച്ച് കാലം കഴിഞ്ഞ് ഇവർ ഇതേ ചോദ്യം ഇപ്പം നവ്യ പറഞ്ഞ അതേപോലുള്ള ചോദ്യങ്ങൾ തിരിച്ച് ചോദിക്കും. നമുക്ക് ഉത്തരവുണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കാറുന്നില്ല. ഇപ്പം നമ്മളെവിടെയും പോകാതിരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിക്കൂടെ അമ്മേ, ഞങ്ങളുടെ എന്തിനും നോക്കിയിരുന്നു എന്ന് പറയും. ഇപ്പം ഭർത്താവ് പറയുന്നു നിനക്ക് എന്ത് കഴിവുണ്ടടി, നീ ഇവിടെ വന്നിട്ട് ഇരിക്കുന്നില്ലേ, നിനക്ക് എന്ത് കഴിവുണ്ട്, പണം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ, ബോധമുണ്ടോ, മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്തിട്ട് സംസാരിക്കും, നമ്മളെ പുച്ഛത്തോടെ സംസാരിക്കും. ഇതേ ഭർത്താവിനോട് തിരിച്ച് മറ്റൊരു ഭർത്താവിനായിട്ട് താരതമ്യം ചെയ്തിട്ട് ഈ പെൺകുട്ടി സംസാരിച്ചാൽ ആ ഭർത്താവിന് എങ്ങനെ ഉണ്ടാവും? ചിലപ്പോൾ ചെകളെ അടിച്ചു കൊടുക്കും പെണ്ണിനെ, ഈ ഭാര്യനെ. അപ്പോൾ അവർക്ക് എന്തും ആവാം, ഞങ്ങൾക്കൊന്നും ആകാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താ? സാമ്പത്തികം. ആ സാമ്പത്തികം ഇപ്പോഴത്തെ പെൺകുട്ടികൾ പഠിച്ചിട്ട് ജോലിയായിട്ട് കല്യാണം കഴിക്കുന്നുള്ളൂ, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഡിവോഴ്സൊക്കെ സംഭവിക്കും. കാരണം ഇതുപോലെ അനുഭവിച്ചിരിക്കാൻ നീ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവും. അതിനാരെ കുറ്റം വേണ്ടെന്ന കാര്യം? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, അതുകൊണ്ട് ഞാനിനി ഒരു ജോലിക്കും പോകാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെ തന്നെ പോകാൻ പറ്റുള്ളൂ, എനിക്ക് വേറെ വഴിയില്ല എന്ന് ചിന്തിക്കുന്നവരോട്, ഇപ്പം നവ്യ നായരുടെ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതുപോലെയൊക്കെ അതൊക്കെ സത്യസന്ധമായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞ കാര്യമാണ്. അതൊക്കെ അനുഭവിച്ചിട്ട് അനുഭവം കൊണ്ട് പുറത്തിറങ്ങി വന്നിട്ട് നമ്മളെ കേൾപ്പിക്കുകയാണ്. ഇവരെ പോലുള്ളവർ പറയുമ്പോൾ നമ്മളൊക്കെ കേൾക്കും, കാണും. അല്ലാതെ ഞങ്ങളെപ്പോലെയുള്ളവർ പറയുമ്പോൾ കേൾക്കില്ല, ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇതൊക്കെ അനുഭവം ഉള്ളത് കൊണ്ട് പുറത്തു വന്ന് പറയാണ്. ആ ഫേസ് കണ്ട് അറിയാൻ അനുഭവം കൊണ്ട് പറയണമെന്ന്. അപ്പോൾ ഇതുപോലെയൊക്കെ ഇതാരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ
ഇതൊക്കെ നമുക്ക് കുറച്ച് മനസ്സിലാക്കുക. ആണുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരും കുറച്ച് മനസ്സിലാക്കുക. ഇനി എന്നെ തെറി പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്നെയും തെറി പറഞ്ഞോളൂ. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഓക്കെ, ബൈ.